ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACET അക്കാഡമി. എല്ലാവർക്കും ACET ആണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ GDയുടെ 2026 GD നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഒരു വീഡിയോ വന്നിരുന്നു അല്ലേ. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് ലാസ്റ്റ് ഡേ നമുക്ക് വന്നിരുന്നു. അപ്പൊ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അല്ലേ, എങ്ങനെയാണ് ഈ ഒരു GD എക്സാംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്താം, അല്ലെങ്കിൽ എന്തൊക്കെ കടമ്പകളിലൂടെയാണ് നമ്മൾ ഇതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ ദിവസം നമ്മൾ വന്നിരുന്നു അല്ലേ. അപ്പോൾ 1/12 ലാസ്റ്റ് ഡേറ്റ്, നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 31 എന്ത് പറഞ്ഞിരിക്കുന്നത്, ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെയാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത്, കറക്റ്റ് നമുക്ക് വന്നിരുന്നു. അതുപോലെ 31/12 നമുക്ക് എന്ത് പറഞ്ഞിരിക്കുന്നത്, ലാസ്റ്റ് ഡേറ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ലാസ്റ്റ് ഡേറ്റ് ഫീ പേയ്മെന്റിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ January 1 ഫീ പേയ്മെന്റിനുള്ള നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അപ്ലൈ ചെയ്യാനുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് മാക്സിമം ലാസ്റ്റ് ഡേയിലേക്ക് ഒന്നും നീട്ടി വെക്കാതെ എത്രയും നേരത്തെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് കാര്യങ്ങളോ എല്ലാം എന്ത് ചെയ്യാം, ശ്രദ്ധിക്കുക. ഇനി അധികം ഡിലേയോ കാര്യങ്ങളോ ഒന്നും ഇടണ്ട. എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും താല്പര്യമുള്ളവരെല്ലാം എന്ത് ചെയ്യുക, അത് അറ്റൻഡ് ചെയ്യായിട്ട്. അറിയാമല്ലോ, പ്രധാനമായിട്ടും ഈ സെക്ഷൻസിലേക്കാണ് നിങ്ങൾക്ക് GD പോസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിലേക്കൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, ഈ പറയുന്നത് പോലെ നിയമനങ്ങൾ വരിക അല്ലെ. BSF വരും, അതുപോലെ തന്നെ ഇത് വരും CASF, CRPF, SSB, ITBP, ആസാം റൈഫിൾ ആൻഡ് SSF. പ്രധാനമായിട്ടും ഈ ഫോഴ്സുകളിലേക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, GD പോസ്റ്റുകൾ അല്ലെ, ഒരു കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് നിയമനവും കാര്യങ്ങളും എല്ലാം നടക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഓൾറെഡി ഇതിന്റെ വേക്കൻസീസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുവരെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ടെന്റേറ്റീവ് വേക്കൻസി ആണ് വന്നിരിക്കുന്നത്. അതായത് ഫൈനൽ സ്റ്റേജ് വരുമ്പോഴത്തേക്ക്, എക്സാം ഡേറ്റ് വരുമ്പോഴത്തേക്ക് ഈ വേക്കൻസികൾ എന്ത് ചെയ്യാം, ചേഞ്ചസ് വരാം. നമ്മൾ പറയാറുണ്ട് MTSനേക്കാൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ GDയുടെ വേക്കൻസി കുറച്ചും കൂടി എന്താണ്, ഡൈനാമിക് ആണ്. പെട്ടെന്ന് കൂടാം, പെട്ടെന്ന് കുറയാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ബട്ട് സ്റ്റിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25,487. 25,000 പ്ലസ് വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്തവണ GD പോസ്റ്റുകൾക്ക് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡൈനാമിക് ആണ്, ചേഞ്ചസ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അറിയേണ്ട കാര്യം, കുറയില്ല. ഓക്കെ, 25,000 എന്ന് പറയുന്നതിൽ നിന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂടാനുള്ള സാധ്യതയുള്ളൂ. ഒരിക്കലും വേക്കൻസി കുറയുന്നുള്ള പേടി വേണ്ട, വളരെ കുറവാണ്. GDക്ക് അങ്ങനെ വേക്കൻസീസ് കുറയുന്നതിനേക്കാൾ കൂടാൻ തന്നെയാണ് ചാൻസ്. സോ നിലവിൽ തന്നെ എത്ര ഉണ്ട്, 25,000 പ്ലസ് വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 25,000 വേക്കൻസീസ് എന്ന് വരുമ്പോൾ തന്നെ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന ഒരു എക്സാമും കൂടിയാണ് GD എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഓരോ സ്റ്റേജസിലും ആളുകളെ എലിമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും ക്വാളിഫൈഡ് ആകാൻ നമുക്ക് എന്തൊക്കെ ക്രൈറ്റീരിയാസ് വേണം, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്നുള്ളതാണ്. 3 സ്റ്റേജുകളിലായിട്ടാണ് നടക്കുന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. ഓക്കെ, ഫസ്റ്റ് തന്നെ എന്തായിരിക്കും, നമുക്കൊരു CB എക്സാം ആയിരിക്കും. നമ്മുടെ എക്സാം ആയിരിക്കും ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾക്ക് വരിക. ഓക്കെ, എക്സാം ആണ് ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾക്ക് വരിക. അപ്പൊ ഈ എക്സാമിന് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വരുന്ന ക്വാളിഫയിങ് മാർക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിസിക്കൽ ഷോർട്ട് ലിസ്റ്റ് ആവാൻ നിങ്ങൾക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 30% മാർക്കാണ് വേണ്ടത്. ഓക്കെ, ഫസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൽ നിങ്ങൾക്ക് എന്ത് വേണം, Tier 1 എക്സാമിൽ 30% മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യൂ, ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക്, ഫിസിക്കലിലേക്ക് നിങ്ങൾ എലിജിബിൾ ആവത്തുള്ളൂ. അതുപോലെ തന്നെ OBC ആണെന്നുണ്ടെങ്കിൽ അവിടെ റിലാക്സേഷൻ ഉണ്ട്, 25% മാത്രം മതി. അതുപോലെ തന്നെ മറ്റ് കാറ്റഗറീസ് ആണെന്നുണ്ടെങ്കിൽ, റിലാക്സേഷൻ ഉള്ള കാറ്റഗറീസ് ആണെങ്കിൽ 20% എന്ത് ചെയ്യുന്നത്, ക്വാളിഫയിങ് മാർക്സ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിന്റെ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യുന്നവർ എന്തിലേക്ക് പോകും, അടുത്ത ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, PET, PST ടെസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യും, ക്വാളിഫൈഡ് ആകും. അതിനുശേഷം അവസാനമാണ് നിങ്ങൾക്ക് എന്ത് വരിക, മെഡിക്കൽ വരിക. മെഡിക്കൽ എന്ന് പറയുമ്പോൾ ഈ മെഡിക്കൽ സ്റ്റേജിന്റെ കൂടെ തന്നെയാണ് നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നത് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ഓർക്കുക. ഓക്കെ, മെഡിക്കലും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നിങ്ങൾക്ക് എന്തായിരിക്കും, GDയുടെ കേസിൽ ഒരുമിച്ചായിരിക്കും. ഇപ്പൊ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആഡ് ചെയ്യുന്ന എല്ലാ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സും അവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കേസിൽ ശ്രദ്ധിക്കുക. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇതിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കാര്യങ്ങൾ നടക്കുന്നത്. കാരണം ഒന്നുമല്ല, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ NCCക്ക് എന്തുണ്ട്, NCC കാൻഡിഡേറ്റ്സിന് ഈ പറയുന്നത് പോലെ എക്സാമിന് എന്ത് കിട്ടുന്നുണ്ട്, മാർക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അത് ഈ പറഞ്ഞ NCC C സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 5% മാർക്ക് കിട്ടും. 5% മാർക്ക് എന്ത് ചെയ്യും, അഡീഷണൽ മാർക്കായിട്ട് നിങ്ങൾക്ക് കിട്ടും. അല്ലെ, നിങ്ങളുടെ നോർമലൈസ്ഡ് സ്കോറിന്റെ കൂടെ തന്നെ നിങ്ങളൊരു NCC C സർട്ടിഫിക്കറ്റ് ഉള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ ടോട്ടൽ മാർക്കിന്റെ 5% നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബോണസ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ B സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 3%, A സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 2% മാർക്ക് എക്സ്ട്രാ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ എക്സ്ട്രാ മാർക്സ് നിങ്ങൾ NCC കാൻഡിഡേറ്റ്സിന് കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ്, ഞാൻ ഈ പറഞ്ഞ NCC ഒരു എക്സാമ്പിൾ മാത്രമാണ്, NCCയുടെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ പ്രസന്റ് ചെയ്തത് കറക്റ്റ് ആണോ, വാലിഡ് ആണോ, ഓക്കെ, അതെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. കാരണം ഈ മാർക്ക് വരുന്നതുകൊണ്ടാണ്.
അപ്പൊ ഈ റിലാക്സേഷന്റെ കേസൊക്കെ വരുന്നത് കൊണ്ടൊക്കെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ജിഡിയുടെ കേസിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ 30% റിട്ടേൺ വരുന്നത്. OBC ആണെങ്കിൽ 25, EWS ആണെങ്കിൽ 25, ബാക്കി കാറ്റഗറീസ് 20% വരുന്നത് എന്നുള്ളത് ആലോചിച്ചിരിക്കാം. ഓക്കെ, 20%. അപ്പൊ ടോട്ടൽ എത്ര മാർക്കിന്റെ ആണ് നിങ്ങൾക്ക് ഈ ക്വാളിഫൈ മാർക്സ് വരേണ്ടത്? ടോട്ടൽ എത്ര മാർക്ക് വരും? ടോട്ടൽ മാർക്ക് ഈ പറയുന്ന പോലെ 4 പാർട്ടായിട്ടാണ് നിങ്ങൾക്ക് എക്സാം എടുക്കുക. ഫസ്റ്റ് നിങ്ങളുടെ ജനറൽ ഇന്റലിജൻസ് പാർട്ടാണ് അല്ലെ, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് വരുന്നത്. സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ GK പാർട്ടാണ് അല്ലെ, GK പാർട്ടാണ് വരുന്നത്. തേർഡ് പാർട്ട് മാത്സ് വരും. ആൻഡ് D പാർട്ട് നിങ്ങൾക്ക് വരുന്നത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ആണ്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, നമുക്കറിയാം നമ്മൾ കൂടുതൽ ചൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഇംഗ്ലീഷ് ഹിന്ദി 2 ഓപ്ഷൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? എക്സാം നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലും എഴുതാം. എക്സാം നിങ്ങൾക്ക് മലയാളത്തിൽ, GDയുടെ എക്സാമിന്റെ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മലയാളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, റീജിയണൽ ലാംഗ്വേജസിലും നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ മലയാളത്തിൽ നമുക്ക് പോസിബിൾ ആണ്. അപ്പൊ ഓരോ സെക്ഷനിലും 20 മാർക്ക് വെച്ചിട്ടാണ് വരിക. ഓരോ സെക്ഷനിലും 20 മാർക്സ് ആണ്. ഓരോ ക്വസ്റ്റ്യൻ പക്ഷേ 2 മാർക്ക് വീതം. അങ്ങനെ സെക്ഷൻ വൈസ് ടോട്ടൽ ഓരോ സെക്ഷനും 40 മാർക്സ് ആണ്. അപ്പൊ ടോട്ടൽ എത്ര മാർക്കാണ്? ടോട്ടൽ 160 മാർക്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 160 മാർക്കാണ്. അപ്പൊ ഈ 160 മാർക്കിന്റെ 30% നേടിയാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുക. ക്ലിയർ ആണോ? ഈ 160 മാർക്കിന്റെ ആണ് നിങ്ങൾ ടോട്ടൽ 30%, 25%, 20% എല്ലാം വാങ്ങേണ്ടത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. 1 hour എക്സാം ആണ്. 1 hour എക്സാം. ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് വരും? ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ് വരും. 80 ക്വസ്റ്റ്യൻസ് വരും. 160 മാർക്കിനുമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, എക്സാം നടക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് അവിടുത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാണ് നേരെ നമുക്ക് എവിടെ വരിക, നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും എന്ന് പറയുന്നത് അല്ലെ. ഫിസിക്കൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, നമുക്ക് ഈ പറഞ്ഞ ഓട്ടമാണ് പ്രധാനമായിട്ടും വരുന്നത് അല്ലെ. ഓട്ടമാണ് പ്രധാനമായിട്ടും വരുന്നത്. അത് മെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 24 മിനിറ്റിൽ 5 കിലോമീറ്ററും അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 8.5 മിനിറ്റിൽ 1.6 കിലോമീറ്റർ. ഇതാണ് പ്രധാനമായിട്ടും അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അത് വ്യത്യാസം വന്നിരിക്കുന്നതുകൊണ്ട് ഇത് ലഡാക്ക് റീജിയനിലെ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ ഒരു ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ. മെയിൻ ആയിട്ട് നോക്കുന്നത് എന്താണ്, 5 കിലോമീറ്റർ ഇൻ 24 മിനിറ്റ്സ് ആൻഡ് 1.6 കിലോമീറ്റർ ഇൻ 8 മിനിറ്റ്സ്. ഫീമെയിലിന് അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇതാണ് PT ടെസ്റ്റിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, ഫിസിക്കൽ എഫിഷ്യൻസിയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വരുമ്പോഴത്തേക്ക് അവിടെ മെയിൻ ആയിട്ട് 3 ക്രൈറ്റീരിയാസ് നോക്കും. നമുക്ക് ഹൈറ്റ് നോക്കും, അതുപോലെ തന്നെ ചെസ്റ്റ് നോക്കും, അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ഏതും വരും, വെയിറ്റ് പ്രൊപ്പോർഷൻ നമുക്ക് നോക്കും. ഇത് 3 ഫിസിക്കലിന് മെയിൻ ആയിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഫിസിക്കലിന് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത്, മെയിൽ കാറ്റഗറി ആണെങ്കിൽ 170 സെന്റിമീറ്റർ ആണ് മിനിമം ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത്. ഏതിന്റെ കേസിൽ, ഈ പറയുന്ന മെയിൽ കാറ്റഗറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഫീമെയിൽ ആണെങ്കിൽ 157 സെന്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ്. ഓക്കെ, ഫീമെയിൽ ആണെങ്കിൽ 157 സെന്റിമീറ്റർ ആണ്. റിലാക്സേഷൻ ഉണ്ട് കേട്ടോ, റിലാക്സേഷൻ ഉണ്ട്. ഇതിന്റെ റിലാക്സേഷനും കാര്യങ്ങളെല്ലാം കുറച്ച് ലെങ്തി വീഡിയോസ് വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ വരാം. ഓക്കെ, ഫിസിക്കലിന്റെ റിലാക്സേഷനും കാര്യങ്ങളും സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ വരാം. ഓക്കെ, അതുപോലെ തന്നെ ചെസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇവിടെ കണ്ടല്ലോ, അൺഎക്സ്പാൻഡ് 80 സെന്റിമീറ്ററും അതുപോലെ തന്നെ മിനിമം എക്സ്പാൻഷൻ 5 സെന്റിമീറ്ററും ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ഈ പറയുന്ന പോലെ റിലാക്സേഷനും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ചെസ്റ്റ് എല്ലാത്തിലും ഉണ്ട്. റിലാക്സേഷൻ ഏതിലും വരുന്നുണ്ട്, ചെസ്റ്റിന്റെ കേസിലും വരുന്നുണ്ട്, ഫിസിക്കലിന്റെ കേസിൽ അല്ലെ. അതുപോലെ തന്നെ വെയിറ്റ്, നമുക്ക് വെയിറ്റ് വരുമ്പോഴത്തേക്ക് പ്രൊപ്പോർഷൻ ടു ഹൈറ്റ് പ്രൊപ്പോർഷൻ വെച്ച് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വെയിറ്റും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ BMI അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈറ്റ് പ്രൊപ്പോർഷൻ അനുസരിച്ചുള്ള വെയിറ്റും ഒക്കെയാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക. ഓക്കെ, ഇതിന്റെ റിലാക്സേഷൻ ഞാൻ പറഞ്ഞതുപോലെ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. അതെല്ലാം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അടുത്ത നമുക്ക് വരുന്നത് മെഡിക്കൽ വരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് സ്റ്റേജ്. ഫിസിക്കൽ കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല, മെഡിക്കലും വരും, അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരും. മെഡിക്കലും വരും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരും. മെഡിക്കലിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ നമ്മൾ സെപ്പറേറ്റ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മെഡിക്കലിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് മെഡിക്കലിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വരും. ലാസ്റ്റ് ഇയറിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ ഏതൊക്കെ കേസിലാണ് റിജക്ഷൻ വരുന്നത്, പെർമനന്റ് റിജക്ഷൻ വരുന്ന ഏതൊക്കെ കേസിലാണ്, ടെമ്പററി റിജക്ഷൻ വരുന്ന ഏതൊക്കെ കേസിലാണ്, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വർഷം വരുന്ന അപ്ഡേറ്റഡ് ലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വരാം. ഈ വർഷം എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം. അപ്പൊ മെഡിക്കൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് സ്ട്രിക്റ്റ് ആണെന്നുള്ള അറിയാലോ. GDയുടെ ഫിസിക്കൽ ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും എല്ലാം കുറച്ചും കൂടെ അവരെന്താണ്, കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആണ്. പക്ഷെ നിങ്ങൾ അറിയേണ്ട കാര്യം, മെഡിക്കൽ കേസിൽ ഏതെങ്കിലും റിജക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട്, അപ്പീല് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പീൽ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ കേസിലും അല്ല, ചില കേസസിൽ നിങ്ങൾക്ക് റിജക്ഷൻ വന്നാൽ പോലും നിങ്ങൾക്ക് ഒരു 6 മാസത്തിനകത്ത് റെഡിയാക്കാനുള്ള അപ്പീൽ ഓപ്ഷനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് ഈ കൂടുതലും ഏതിന്റെ കേസിലാണ്, ടെമ്പററി റിജക്ഷന്റെ കേസിലാണ്. ടെമ്പററി റിജക്ഷന്റെ കേസിൽ നിങ്ങൾക്ക് ഏത് വരും, മെഡിക്കൽ എക്സാമിനേഷന്റെ കേസിൽ അപ്പീൽ പോകാനുള്ള സൗകര്യം എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ മെഡിക്കലും ഫിസിക്കലും കുറെ കൂടെ ഡീറ്റെയിൽ ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഓരോ കേസസും ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫിസിക്കൽ നമ്മൾ ഈ പറഞ്ഞിത്രേ ഉള്ളൂ. അതിനകത്ത് റിലാക്സേഷൻ വരുന്നതിന്റെ കാര്യങ്ങൾ കാറ്റഗറി ഏതൊക്കെയാണുള്ള, കാറ്റഗറി വൈസ് നമുക്ക് എന്ത് ചെയ്യാം, റിലാക്സേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ 3 സ്റ്റേജസിലാണ് എക്സാം നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക,
അറിഞ്ഞിരിക്കുക. ആദ്യം നമ്മുടെ കോമൺ എക്സാം ആണ്, അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ് വരും, അതിനുശേഷം മെഡിക്കലിന്റെ കൂടെ തന്നെയാണ് ഏതും വരിക, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരിക. നമ്മൾ വേക്കൻസീസ് നോക്കി 160 മാർക്കിന്റെ എക്സാം നമുക്ക് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ വരാൻ പോകുന്ന എക്സാമിന് ഈ പറയുന്ന പോലെ മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, GD എക്സാംസിന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുക. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് ആദ്യത്തെ എക്സാം തന്നെയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. ഞാൻ പറഞ്ഞല്ലോ 25,000 വേക്കൻസി എന്ന് പറയുമ്പോൾ എത്ര പേരാണ് അപേക്ഷ എക്സാം എഴുതുന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു അറിയില്ല. ഒരുപാട് പേര് നമുക്ക് എക്സാം എഴുതും. അപ്പൊ അവര് നമുക്ക് എത്ര പേര് എഴുതുന്നു എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണോ? അല്ല, നമ്മൾ ആ മിനിമം സ്കോർ അതിൽ എന്ത് ചെയ്യുക, നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിലേക്കാകണം അല്ലെ. അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എത്ര പേര് എഴുതുന്നു എന്നുള്ളതൊന്നും നമുക്ക് മാറ്റർ അല്ല. നമുക്ക് മാക്സിമം റിസൾട്ട് സ്കോർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം തന്നെയാണ്. അറിയാമല്ലോ, നമുക്ക് എത്രയും വേഗം പ്രിപ്പറേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം തന്നെയാണ്. സോ 2026 GD എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെന്നുണ്ടെങ്കിൽ ഏറ്റവും ശരിയായ സമയമാണ് പഠനം സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ അല്ലെ, ഓരോ ദിവസവും എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള കൃത്യമുള്ള ചിട്ടയായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെക്ഷൻസ് ലൈവായിട്ടും റെക്കോർഡായിട്ടും ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം കൺവീനിയൻസ് അനുസരിച്ച് പഠിപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റുകളിലെ റെഗുലർ ഇന്റർവെൽ തന്നെ നടത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ റിവിഷൻ സെക്ഷൻസ്, നമ്മൾ സിലബസ് ഇത്ര നേരത്തെ ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട് തന്നെ മാക്സിമം ഏർലി സിലബസ് കവറേജ് ആയിരിക്കും. ദെൻ നമുക്ക് ലൈവ് റിവിഷൻ സെക്ഷൻസും PVQ ഓറിയന്റുള്ള റിവിഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നതായിരിക്കും. സോ ടെൻഷൻ ഒന്നും വേണ്ട. അതുപോലെ തന്നെ കറന്റ് അഫയേഴ്സ് ആണെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ എന്തായിരിക്കും, സെപ്പറേറ്റ് സെക്ഷൻസ് തന്നെ ഡെയിലി വീക്ക്ലി മന്ത്ലി ബേസിൽ തന്നെ കറന്റ് അഫയേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ അത് നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കേണ്ടതായിട്ടൊരു കാര്യം വരത്തില്ല. ഇതിന്റെ കൂടെ തന്നെ അതും പൊക്കോളും. ഓക്കെ, അപ്പൊ എത്രയും വേഗം പഠനം സ്റ്റാർട്ട് ചെയ്യുക. താല്പര്യമുള്ളവരെല്ലാം തന്നെ സ്ക്രോളിൽ നിങ്ങൾക്ക് നമ്പർ കാണാനായിട്ട് പറ്റും. അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആണ്. സോ എത്രയും പെട്ടെന്ന് വിളിക്കുക, പഠനം സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ 2026 GD നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം നോക്കി എത്താൻ സാധിക്കട്ടെ എന്ന് വൺസ് അഗൈൻ നിങ്ങൾ ആശംസിക്കുകയാണ്. എല്ലാവരും പഠിക്കുക. നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.